നല്ലോണം ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പിണങ്ങിയിട്ടൊക്കെ ഒരു റൂമിൽ ചെന്നിരിക്കില്ലേ, ചെന്നിരുന്ന് ഒരു ചിത്രം വരയ്ക്കും. ആ വരയ്ക്കുന്ന ചിത്രം എന്തായിരിക്കും? വല്ല അങ്ങനെ കരയുന്ന പെൺകുട്ടിയൊന്നല്ല, എൻ്റെ മനസ്സിൽ എൻ്റെ ഡ്രീംസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു കാറായിരിക്കാം, ചിലപ്പോൾ ഒരു വീടായിരിക്കാം. എനിക്ക് എന്താ ഇപ്പോൾ വരയ്ക്കാൻ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വരയ്ക്കാന്ന്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പൊ അത് കുറഞ്ഞു. ഈ വിഷമം വരുമ്പോ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? ഉണ്ടായിരുന്നു. കല്യാണം കഴിയുന്നവരേക്ക് ഞാൻ വരച്ച ചിത്രങ്ങൾ മൊത്തം ഇങ്ങനെ സൂക്ഷിച്ചേക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ പടം കാണിച്ചു, ഇതെനിക്ക് ആ വിഷമം വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. ടിറ്റോ ചേട്ടൻ്റെ പക്ഷെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഇവിടെ ബുക്ക് എടുത്തോണ്ടിട്ട് ഇങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ടിറ്റോ ചേട്ടൻ ഒക്കെ കേൾക്കൂട്ടോ, അങ്ങനെ ഒന്നിനും നിരുത്സാഹപ്പെടുത്തൊന്നുമില്ല. അവനവൻ്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്യാനുള്ള അനുവാദം തരും. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ബുക്കിൽ വരയ്ക്കുന്ന ഒരു ശീലമൊക്കെ പോയി. അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ തോന്നിയില്ല, വരയ്ക്കാനങ്ങനെ തോന്നിയില്ല. അധികം സങ്കടം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ നമ്മുടെ സങ്കടങ്ങളൊക്കെ കുറഞ്ഞു, അതുകൊണ്ട് വര കുറഞ്ഞു എന്നാണോ? അങ്ങനെയും പറയാം. കാരണം ടിറ്റോ ചേട്ടൻ ഉണ്ടല്ലോ കൂട്ട്.